بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض وعدت للمتقين. ബഹുമാന്യരായ യുവാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സ്വാഗതം. അല്ലാഹു വളരെ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹീതമായ കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന സന്തോഷവും അഭിമാനവും നമുക്കുണ്ടാവും. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി 3 ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ, അവരോട് സ്വർഗം ചോദിക്കാൻ, നരകമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് റബ്ബിനെ ഓർക്കുന്ന സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തരുന്ന ഉറപ്പാണ്, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നുള്ള കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ്. പരിശുദ്ധ റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രൂപത്തിലുമുള്ള ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയാക്കുക. റമദാനിന് വേണ്ടി ഒരുങ്ങാൻ, ആത്മീയമായി ഒരുങ്ങാനാണ് യഥാർത്ഥത്തിൽ ശഅബാൻ. പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലാകുന്ന ദിനങ്ങൾ, അതോടൊപ്പം വിദഗ്ധകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ദിനങ്ങൾ, അതിൽ നിമിത്തമായി പവിത്രമായ സ്വർഗത്തിന് വേണ്ടി, സ്വർഗം കിട്ടുമെന്ന ഉറപ്പിൽ സ്വർഗത്തിന് വേണ്ടി പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്താൻ നമ്മെ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, നമ്മളെ പഠിച്ച നമ്മളോട് നമുക്ക് ഈ സൗകര്യങ്ങളും കാര്യങ്ങളും തരുന്നു എന്ന കാരണത്താൽ തിരിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല. എന്തെങ്കിലും തിരിച്ചു റബ്ബിന്റെ പണമായി, സൗകര്യമായി കൊടുക്കാനല്ല. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ സൃഷ്ടിച്ച റബ്ബിന് അർപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് അടിമകളുടെ രൂപത്തിൽ നമ്മൾ വേണ്ടത്. ലോകത്ത് ഒരുപാട് സൃഷ്ടികൾ, അതിലുന്നതരായ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആദരണീയരായ വ്യക്തികളുണ്ട്. അവർക്കൊക്കെ കൊടുക്കേണ്ട ബഹുമാനവും ആദരവും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, യേശു അദ്ദേഹം മഹാനായ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അംഗീകരിക്കേണ്ട, ആദരിക്കേണ്ട വ്യക്തിയാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമിന് മുമ്പ് ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ഉണ്ടായിരുന്നു, വിശ്വാസികൾ ഈ ലോകത്ത് ഉണ്ടായിരുന്നു. ഈസാ അലൈഹി ഇസ്ലാമിന് മുമ്പുള്ള വിശ്വാസികളൊന്നും മഹാനായ ഈസാ അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, സഹായം നേടിയിട്ടില്ല. ഈസാ അലൈഹി ഇസ്ലാമിനോട് അബോധികമായി എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. എന്തേ കാരണം? അവർക്ക് മുമ്പ് ഈസാ അലൈഹി ഇസ്ലാം ഇല്ല. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ ഈസാ അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കാത്ത ജനങ്ങൾ, ഈസാ അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ചവരല്ല, അവരൊരിക്കലും സമൂഹത്തിൽ നഷ്ടക്കാരല്ല. അതുപോലെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സ്വർഗത്തിൽ ഒന്നാമതായി കിടക്കുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും ഉത്തമമായ സൃഷ്ടി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരുപാട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ, നരകത്തിൽ നിന്ന് അകറ്റാനുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് തന്നിട്ടാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ലോകത്ത് ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നു. ലോകത്ത് ഒരുപാട് ആദം അലൈഹി ഇസ്ലാം മുതൽ തുടങ്ങിയ ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരാരും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതെങ്കിലും പ്രതിസന്ധിയിൽ സഹായം തേടുകയോ അർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാണ് എന്നല്ല,
മറിച്ച് പ്രവാചകനെ ആരാധിക്കാത്ത, പ്രാർത്ഥിക്കാത്ത യഥാർത്ഥ വിശ്വാസികളോട് എന്തിനു പ്രാർത്ഥിക്കണം, എവിടേക്ക് പോകണമെന്ന് ആ പ്രവാചകൻ പരിചയപ്പെടുത്തി. ലോകത്ത് കഴിഞ്ഞു വന്ന മുഴുവൻ പ്രവാചകന്മാരും പരിചയപ്പെടുത്തിയ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബിന് ആ റബ്ബിനെ ആരാധനാർത്ഥനകൾ അർപ്പിക്കാവൂ എന്ന ഏറ്റവും വലിയ സന്ദേശം ലോകത്തിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഇസ്ലാമക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും പ്രവാചകന് മുമ്പ് വന്ന ഒരു പുണ്യപുരുഷന്മാരും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചിട്ടില്ല, സഹായം നേടിയിട്ടില്ല. അവരൊക്കെ പ്രാർത്ഥിച്ചത്, സൃഷ്ടിച്ചത്, അവരൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു സ്വച്ഛമാണ്. ഇതരാമത വിശ്വാസികൾ ആദരവോടുകൂടി കാണുന്ന ഒരു മഹാന്മാരായ ഒരുപാട് പുണ്യപുരുഷന്മാർ, അവരുടെ മുമ്പ് ജനിച്ച, അവരുടെ മുമ്പ് ലോകത്ത് ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരാരും ആ പുണ്യപുരുഷന്മാരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അവരോട് അനാദരിച്ചു എന്നല്ല, അവരെ അനാദരിച്ചു എന്നല്ല. മഹാനായ മുഹീദ്ദീൻ ഷിഖ് റഹിമഹുല്ലാഹ് ഔലിയാക്കളിൽ ശ്രേഷ്ഠനായ, ഉന്നതനായ, ഉന്നത പണ്ഡിതനായ, ലോകത്തേകനായ സൃഷ്ടാവിലേക്ക് ആരാധനാർത്ഥനകൾ അർപ്പിക്കാവുന്നു തന്റെ സമൂഹത്തെ ബോധിപ്പിച്ച മഹാനായ മുഹീദ്ദീൻ ഷിഖ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ഒന്നിൽ പോലും അദ്ദേഹത്തിന് മുമ്പുള്ള ആളുകൾ ഒരിക്കലും മഹാനായ മുഹീദ്ദീൻ ഷിഖ് റഹിമഹുല്ലാഹയോട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്തേ കാരണം? അവർക്ക് അദ്ദേഹത്തെ അറിയണം. അതിന്റെ അർത്ഥം അദ്ദേഹം മോശക്കാരനാണ് എന്നല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള മഹാനായ അദ്ദേഹം പുണ്യപുരുഷനാകാം, ഉന്നതനാകാം. ഒരുപാട് ആ സമൂഹത്തിൽ, അന്ന് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഇസ്ലാമിക ദഅവത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിന് മുമ്പുള്ള ഒരാളും, അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ച വിശ്വാസികൾപ്പെട്ട ഒരാളും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. എന്തേ കാരണം? അവരൊന്നും അദ്ദേഹത്തെ അറിയില്ല. ഇനി ആ വിശ്വസിക്കും, നമ്മുടെ ഈ നാടല്ലാത്ത മറ്റേതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ, അവിടെയുള്ള വിശ്വാസികൾക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ നാടുകളിൽ പലരും പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന, അർത്ഥനകൾ അർപ്പിക്കുന്ന ഉന്നതന്മാരായ മഹാന്മാരെ അറിയും, അവരുടെ പേരുകൾ അറിയും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പ്രാർത്ഥിച്ച, അവരൊക്കെ അർത്ഥിച്ച, അവരുടെയൊക്കെ ഇബാദത്തുകൾ കടന്നുപോയ ഏകനായ സൃഷ്ടാവ് ആ റബ്ബ്, ആ റബ്ബിനെ പ്രാർത്ഥനകൾ, ആരാധനകൾ, അർത്ഥനകൾ അർപ്പിക്കുക, ഇബാദത്തുകൾ അർപ്പിക്കുക എന്നതാണ് നമ്മെ സൃഷ്ടിച്ചു എന്നതിനാൽ റബ്ബ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ പറഞ്ഞ കാര്യം ആലോചിക്കണമെങ്കിൽ വലിയൊരു ചിന്തയോ ബുദ്ധിയോ ഒന്നും വേണ്ടതില്ല. മറിച്ച് നമ്മെ പഠിച്ച റബ്ബിനെ, ആ റബ്ബിനെ മറന്നു പോകാതിരിക്കുക എന്നതാണ് ലോകത്ത് കഴിഞ്ഞു വന്ന പ്രവാചകന്മാർ മുഴുവൻ നമ്മോട് പരിചയപ്പെട്ടു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രഭാതത്തിൽ നാം എഴുന്നേറ്റത് മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഒന്നിനും റബ്ബി എന്നോ റബ്ബന എന്നോ അല്ലാഹുമ്മ എന്നോ അല്ലാത്ത ഒരു പ്രാർത്ഥനകളില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലേ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റ പ്രവാചകരെ, ലോകത്ത് വന്ന പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനകളിലും മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്കോ ജാഹോ ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ഇല്ല എന്നത് അവരാരും മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് സൃഷ്ടിച്ച റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്ന് ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും ആവശ്യപ്പെട്ട, നിർദ്ദേശിച്ച, പഠിപ്പിച്ച കാര്യം അവസാനമായി നമുക്ക് ഒപ്പിത്തന്നു ലോകത്തോട് കടന്നുപോയതാണ് നമ്മുടെ സൂക്ഷിച്ചു.
ആ പ്രവാചകൻ പഠിപ്പിച്ച രീതി ഇബാദത്തുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ഉണ്ടാവുക എന്നതാണ് നമ്മൾ വിശ്വാസികളാകണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം. ഇതില്ലാതായി പോയാൽ ബാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് തിരിച്ചറിവാണ് റബ്ബിനെ അറിയുമ്പോൾ റബ്ബിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉണ്ടാകേണ്ട ഒന്നാമത്തെ. ഈ റബ്ബിനെ തിരിച്ചറിഞ്ഞാൽ ആ റബ്ബ് പഠിപ്പിച്ച കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കാവും. ഇതില്ലാതെ മറ്റ് ഇബാദത്തുകൾ ഒരുപാട് ചെയ്തു, ഈ വിശ്വാസമില്ലാതെ മറ്റ് കർമ്മങ്ങൾ ഒരുപാട് ചെയ്തത് കൊണ്ട് റബ്ബ് സ്വീകരിക്കില്ല എന്ന ഉറപ്പാണ് ബഹുമാന്യരെ നമ്മൾ ഈ നമ്മൾ ഒരുമിച്ചിരുത്തുന്നത് എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങാൻ പോകുന്നു വിശ്വാസികളുടെ രൂപത്തിൽ നമ്മൾ റമദാനിൽ ഒരുങ്ങുമ്പോൾ നന്മയുടെ കാര്യങ്ങളിൽ മത്സരിക്കുക എന്നത് വിശ്വാസികളുടെ രൂപത്തിൽ നമ്മുടെ ബാധ്യത. തെറ്റുകൾ മനുഷ്യരിൽ വരും, കുറ്റങ്ങൾ ഉണ്ടാകാം, എത്ര ശ്രദ്ധിച്ചാലും പോരായ്മകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് തിരുത്താൻ വേണ്ടിയാണ് നമുക്ക് ഇബാദത്തുകൾ ആവർത്തിച്ച് ഇബാദത്തുകൾ തരുന്നത്. ളുഹർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് അസർ, അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മഗ്രിബ്, അതിനുശേഷം ഇശാ, പിന്നീട് പ്രഭാതത്തിൽ സുബഹി. എന്തിനാ ഈ 5 നേരത്തെ നിസ്കാരം കൂടി അള്ളാഹ് ഒരുമിച്ച് തരാതെ, ഒരുമിച്ച് 17 റക്അത്ത് നമസ്കരിക്കാതെ ഇബാദത്തുകൾ ആവർത്തനം ഉണ്ടാക്കിയത് എന്തിനാ? നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും നമ്മളിൽ തെറ്റുകൾ ഉണ്ടാകാം, കുറ്റങ്ങൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം. അത് തിരുത്തി കളയാൻ, അത് കഴുകിക്കളയുവാൻ വേണ്ടിയാണ് ഇബാദത്തുകൾ ആവർത്തിച്ചു വരുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിൽ വരുന്ന അബദ്ധങ്ങൾ അത് നമ്മൾ വായിച്ചു കളയുമ്പോൾ അത് പുറത്തു തരാൻ, വായിച്ചു കളയാൻ. ഇങ്ങനെ ആയാലും കുറെ കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളൊക്കെ പിന്നെയും നമ്മളെടുത്ത് ബാക്കിയുണ്ടാകും. അത് കഴുകി കളയാനാണ് ഒരാഴ്ചയിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ജുമഅയിൽ പങ്കാളികളാകുന്നത്. അങ്ങനെ ആഴ്ചയിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കഴുകുന്ന അബദ്ധങ്ങൾ അത് വീണ്ടും ഉണ്ട് എങ്കിലും അത് പുറത്തു കളയാൻ, അതില്ലാതാക്കി കളയാൻ, അതിന്റെ പൊടി തട്ടിക്കളയാൻ അതിനുള്ള മാർഗമാണ് ആഴ്ചയുള്ള ജുമ. ഇനി ഒരാഴ്ചയിൽ ഇങ്ങനെ കുറെ ആഴ്ചകൾ കഴിഞ്ഞ് അത് വർഷമാകുമ്പോൾ എന്നാലും ഉണ്ടാകാം ജീവിതത്തിൽ അബദ്ധങ്ങളും പോരായ്മകളും പൊടിപടലുകളും, തെറ്റുകളുടെ പൊടിപടലുകൾ ഉണ്ടാകാം. അത് വർഷത്തിൽ കഴുകിക്കളയാനുള്ള മാർഗമാണ് പരിശുദ്ധ റമദാൻ. എന്റെ വാക്കല്ല, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നു. 5 നേരത്തെ നമസ്കാരം, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, റമദാൻ ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. കഫാറത്ത്, അത് അതിനിടയിൽ വന്ന പാപങ്ങൾ കഴുകിക്കളയാനുള്ള കഫാറത്താണ്, പരിഹാര മാർഗമാണ്. ലിമാ ബൈനഹുന്ന, അതിനിടയിലുള്ള അബദ്ധങ്ങൾ പുറത്തു കളയാൻ അവൻ വൻ പാപങ്ങൾ ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മളൊക്കെ ചെയ്തു പോയ അബദ്ധങ്ങൾ പുറത്തു കളയാൻ അതിനു വേണ്ടിയാണ് അള്ളാഹു ഇബാദത്തുകൾ. എല്ലാ ഇബാദത്തിന്റെയും ലക്ഷ്യമാണ്. നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് അഖിമിസ്സലാത്ത, നമസ്കരിക്കണമെന്നല്ല, നമസ്കാരം നിലനിർത്തുക. ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. നിസ്കാരം എന്തിന്? അള്ളാഹനെ ഓർക്കാൻ, റബ്ബിനെ ഓർക്കാൻ. ആർക്കോ വേണ്ടിയല്ല, ആരോ കാണുമെന്നല്ല, ഉപ്പ പറഞ്ഞത് കൊണ്ടല്ല, ഉമ്മ ചീത്ത പറയുമെന്ന കാരണം കൊണ്ടല്ല, അള്ളാഹനെ ഓർക്കാൻ വേണ്ടി നമസ്കാരം. സകാത്തിനെ പറ്റി പറഞ്ഞപ്പോ അൻഫിഖു ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാം. അള്ളാന്റെ ധനം ചെലവഴിക്കാം. അവിടെയും അള്ളാഹനെ ഓർക്കുക എന്നതാണ് സകാത്ത് കൊണ്ട്, സ്വതക്ക കൊണ്ട് നമ്മളൊക്കെ ചെലവഴിക്കുന്നതുകൊണ്ട്. നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോഴും പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചിരിക്കുന്ന റബ്ബിനെ സൂക്ഷിക്കാൻ വേണ്ടി, തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു നിങ്ങൾ ഹജ്ജിന് വേണ്ടി പിന്നെ നിങ്ങൾ ഒരുങ്ങുക, അവിടെ നിങ്ങൾ തയ്യാറാക്കേണ്ടത്
അതിനുള്ള വിഭവങ്ങൾ അതിനുള്ള വിഭവങ്ങൾ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. അല്ലാഹുവിനെ പറ്റിയുള്ള സൂക്ഷ്മബോധമാണ്. എല്ലാ ഇബാദത്തുകളുടെയും അല്ലാഹ് ലക്ഷ്യം വെച്ചത് ഇങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇബാദത്തുകളുടെ അല്ലാഹുവിനെ ഓർക്കാൻ, ദിക്റുകൾക്ക് വേണ്ടി, റബ്ബിനെ ഓർക്കാൻ വേണ്ടിയാണ് ഇബാദത്തുകൾ അല്ലാഹ് ഇതേ രൂപത്തിൽ ആവർത്തിച്ചത്. ഇവിടെ നമുക്കുള്ള മാർഗം ഈ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിലേക്ക് മടങ്ങാൻ ധൃതിപ്പെടാൻ എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്ത് ആൽ ഇംറാനിന്റെ വചനം, വിശ്വാസികളെ നമ്മൾ വിളിച്ചെന്ന് പറയാം, നിങ്ങൾ ധൃതിപ്പെടുക. എങ്ങോട്ടാ? നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് വിശ്വാസികളെ നിങ്ങൾ ധൃതിപ്പെട്ടു. സ്വർഗത്തിലേക്ക്. എന്നിട്ട് ആ സ്വർഗത്തെ പറ്റി പറയാണ്, മുത്തഖികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച ആകാശവും ഭൂമിയോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കും റബ്ബിന്റെ അരികിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും വിശ്വാസികളെ നിങ്ങൾ ധൃതിപ്പെട്ടു വരിക. ഇങ്ങനെ വിശ്വാസികൾ എന്ന രൂപത്തിൽ നന്മയിൽ നമുക്ക് മത്സരിക്കാനുള്ള, നമ്മുടെ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലെങ്കിൽ ദിവസവുമുള്ള പാപങ്ങൾ നമസ്കാരം കൊണ്ട് കഴുകിക്കളഞ്ഞു, വീണ്ടും ഉള്ള അബദ്ധങ്ങൾ ഒരാഴ്ചയിലെ ചുമ കൊണ്ട് കഴുകുമ്പോൾ വീണ്ടുമുള്ള പോരായ്മകൾ ഒരു വർഷത്തിൽ നികത്താൻ അതിനുള്ള മാർഗം, ആ മാർഗത്തിലേക്ക് ധൃതിപ്പെട്ടു പോകാൻ നന്മയിൽ മത്സരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇങ്ങനെ നന്മയിൽ മത്സരിക്കാൻ നമുക്കുള്ള മാർഗമാണ് ഞാൻ ഈ പറഞ്ഞ നോമ്പ് എന്നത്. ആ നോമ്പിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നോമ്പ് എന്നത് ചില്ലറ കാര്യമായി നമ്മൾ കാണരുത് എന്നാണ് ആദ്യം പറയുന്നത്. കാരണം അതിനെപ്പറ്റി പറഞ്ഞ് പരിചയപ്പെടുത്തി നമുക്കറിയാം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉദ്റ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് വിശ്വാസികളായ സംഭവം ഹദീസിൽ വിവരിക്കുന്നുണ്ട്. അവർ രണ്ടുപേര് ഉദ്റ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി വിശ്വാസികളായി. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അവരെ ഏറ്റെടുക്കുന്ന, സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അവരിൽ ഒരാള് കുറച്ചു കാലത്തിന് ശേഷം ഒരു ഫീസബിലിൽ പോരാടി ഇദ്ദേഹം ശരീരം. രണ്ടാമത്തെ മനുഷ്യൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ശയ്യയിൽ കിടന്ന് സാധാരണ രൂപത്തിൽ മരണപ്പെട്ടു. ഒരിക്കൽ ഇവർക്ക് സംരക്ഷണം നൽകിയ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരെയും സ്വപ്നം കണ്ടു. സ്വഹിയായ ഹദീസിൽ നമുക്ക് വിവരിച്ചില്ല. രണ്ടുപേരും സ്വപ്നം കണ്ടു. രണ്ടുപേരും സ്വർഗാവകാശികളായിട്ടുണ്ട്. പക്ഷെ അതിൽ ഉന്നതൻ അല്ലെങ്കിൽ മുന്നിലുള്ളത് രണ്ടാമത് ശയ്യയിൽ കിടന്ന് മരിച്ച ആ മനുഷ്യനാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പ്രയാസം, മനസ്സിന്റെ ഉള്ളിലൊരു വിഷമം. കാരണം ഷഹീദായ മനുഷ്യനേക്കാൾ ആദ്യം സ്വർഗത്തിലെത്തിയത് കാണുന്നത് രണ്ടാമത് ശയ്യയിൽ കിടന്ന് മരിച്ചതാണ്. റസൂലിന്റെ അടുത്ത് നിന്നിട്ട് ഒരു ചെറിയൊരു അവസാനിച്ച് അതൊക്കെ എങ്ങനെ നബിയെ എന്ന ഷഹീദിനല്ലേ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, എന്തിനാ ത്വൽഹ നിനക്കതിനൊരു പ്രയാസം? എന്തിനാ ശരിക്കും എന്താ ഒരു പ്രയാസം ഉണ്ടാണ്ട്? അദ്ദേഹത്തിന് മറ്റാൾ മരണപ്പെട്ട ശേഷം ഒരു വർഷവും കൂടി കിട്ടിയില്ലേ? ആ വർഷങ്ങളിൽ റമദാൻ കിട്ടിയില്ലടാ. റമദാനിൽ നോമ്പെടുക്കാൻ ഇത്ര റക്അത്തുകൾ നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ? അതുകൊണ്ടാണ് അയാളെക്കാൾ അല്ലെങ്കിൽ ഒന്നാമനേക്കാൾ മുന്നിലായിക്കൊണ്ട് സ്വർഗാവകാശിയായി. നമ്മൾ ഒരു വർഷം റമദാന് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമായി നമുക്കത്. അല്ലാഹു ഒരുപാട് റമദാനുകൾ ഉൾക്കൊള്ളാൻ, വിശ്വാസപൂർവ്വം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക്. അത് ചില്ലറ കാര്യങ്ങളല്ല. എന്റെ കാരണം അതിന്റെ പ്രാധാന്യത. ആരെങ്കിലും ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത് രണ്ടും വേണേ. വെറുതെ ചെയ്ത് കർമ്മങ്ങൾ കുറേ ചെയ്ത് നമസ്കാരം വെറുതെ ചെയ്ത്, പക്ഷേ അല്ലാഹ് എന്ന വിളിക്ക് ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ അല്ലാഹ് എന്ന വിളിക്ക് പകരം മറ്റൊരിടത്തേക്ക് പോയാൽ
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ നീണ്ടുപോയാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന ബോധം. അതുകൊണ്ട് ഈമാനോടെ, ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തനിക്ക് നൽകുമെന്ന ഉറപ്പിൽ, ഉറച്ച വിശ്വാസത്തിൽ റബ്ബിലേക്ക് മടങ്ങാൻ കഴിയുമ്പോൾ അതോടൊപ്പം പ്രതിഫലം ആഗ്രഹിച്ചു. റമദാനിൽ നോമ്പെടുത്താൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിച്ച നോമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നർത്ഥം. ഈ നോമ്പ് ചില്ലറ കാര്യമല്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ 70 ഖരീഫ, അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് 70 വർഷം അകലത്തിലേക്ക് അകറ്റും. എത്ര നോമ്പെടുത്താൽ? ഒരു നോമ്പ്. ഞാൻ ആദ്യം പറഞ്ഞ റബ്ബിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിൽ, ശിർക്കില്ലാത്ത ബിദ്അത്തില്ലാത്ത, അള്ളാഹു തരുമെന്ന് ഉറപ്പിൽ റബ്ബിലേക്ക് അർപ്പിക്കുന്ന രൂപത്തിൽ, റബ്ബിന് വേണ്ടി ആഗ്രഹിച്ച് മനസ്സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ അവനെ അള്ളാഹു നരകത്തിൽ 70 വർഷം അകലത്തിലേക്ക്. മറ്റൊരു ഹദീസിൽ ഇതേ സംഭവം വിവരിച്ചത്, മനസ്സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അള്ളാഹു ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖദ്ദ, അള്ളാഹു അവനും നരകത്തിനും ഇടയിൽ ഒരു കിടങ്ങുണ്ടാക്കും. കമാ ബൈന സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര അകലുണ്ടോ അത്രയും അകലത്തിലേക്ക് അവനെ നരകത്തിൽ നടക്കും ഒരു നോമ്പ്. പിന്നെ നമ്മൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ എത്ര നോമ്പെടുത്തിട്ടുണ്ടാവും? അപ്പൊ പിന്നെ എന്തിനാ കുറേ നോമ്പെടുക്കുന്നത്? ഒരു നോമ്പ് കൊണ്ട് 70 വർഷം അകലത്തിലേക്ക് നരകത്തിൽ അകറ്റെങ്കിൽ 140 വയസ്സിനെക്കാളൊന്നും ആയുസ്സൊന്നും ഉണ്ടാവല്ലോ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ. അപ്പൊ പിന്നെ എന്തിനാ കുറേ നോമ്പ്? പിന്നെന്തിനാ കുറേ നോമ്പ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നന്മകൾ, നമ്മുടെ പാപങ്ങളൊക്കെ എങ്ങനെയെന്നല്ല നമ്മൾ കണക്കൂട്ടുന്നതിനേക്കാളും അപ്പുറത്തേക്കാണ്. നമ്മുടെ നാടൻ ഭാഷ പറയും, കുട്ടികളൊക്കെ പാമ്പ് വേണി കളിക്കണ മാതിരി നമ്മുടെ ഈ ഭാഗം. പാമ്പ് വേണി കളിക്കുമ്പോ ഇങ്ങനെ കുട്ടി ഒന്ന് കിട്ടി, ആ ഒന്ന് കിട്ടി നേരെ ഇങ്ങനെ, പിന്നെ ഒന്ന് നേരെ ആദ്യം നിന്ന് 4 കിട്ടി, 4 നേരെ കോടി, ആ കോടിമ കയറി ഇങ്ങനെ മേലക്കെത്തി 32 കത്തി, വീണ്ടും കിട്ടി 34 കിട്ടി, നേരെ 98 അല്ലെങ്കിൽ 98 എത്താനായി 2 പോയിന്റ് കൂടി കിട്ടിയാൽ ജയിക്കുന്നു. വീണ്ടും നല്ല സന്തോഷത്തോടെ കൂട്ടി 2 പകരം 1 കിട്ടി, നേരെ പാമ്പിന്റെ വായ്പ ഇട്ടും നേരെ താഴുക. ഈ രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ ഈ ഭാഗത്ത് കയറിയേക്കാളും വേഗത്തിൽ താഴോട്ടിറങ്ങുന്ന രൂപത്തിൽ. ഇതെന്റെ വാക്കല്ലോ, ഈ ഗോണി പാമ്പ് എല്ലാവരും വളരെ പ്രവാചകൻ ആവശ്യം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംസാരം നമ്മുടെ മറ്റൊരു ഉമ്മയായ ഹഫ്സ റളിയല്ലാഹുവിനെ പറ്റിയായി. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഉയരം കുറഞ്ഞ കസീറത്തായ വഹദിയാണ്. അതുകൊണ്ട് തന്നെ ഹഫ്സ റളിയല്ലാഹുവിനെ പറ്റി പരാമർശിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടി പ്രവാചകരെ ആ കസീറല്ലേ, ആ ഉയരം കുറഞ്ഞോളല്ലേ, ആ ചോട്ടാപ്പിയല്ലേ എന്ന അർത്ഥത്തിൽ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചോദിച്ചു. റസൂൽ പറഞ്ഞു, ആയിഷ നീ ഇപ്പൊ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലാകെ കലങ്ങുമാറുള്ള കുലുങ്ങുമാറുള്ള വർത്താനാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, എങ്ങനെ ആക്കിയിട്ടാണ്. ഇനി നമ്മളൊക്കെ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൊണ്ട് ഭൂമിയും ആകാശവും അത് കിടുകിടാ കുലുങ്ങുമാറുള്ള സംസാരം കൊണ്ടുപോയിട്ടവര്. അഥവാ നമ്മുടെ ഈ ഭാഗത്തും നമ്മുടെ മുഴുവൻ അതൊക്കെ എങ്ങനെ നമ്മളിൽ നിന്നിങ്ങനെ കിട്ടുമെന്ന ഉറപ്പിൽ പ്രതീക്ഷ ഉണ്ടാകണം. അതോടൊപ്പം നമ്മളിങ്ങനെ ഒരുപാട് അടിയായിട്ട് ഇങ്ങനെ കണക്കൂട്ടി, പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്തൊരു വാക്കുകളുണ്ട്, നമ്മൾ ചെയ്തു പോയ പോരായ്മകൾ കൊണ്ട് തകർന്നടിയില്ല. 100 സ്കെച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ വിളിച്ച് മോനെ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പിന്നെ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ് ഉടനെ നിങ്ങൾക്ക് എപ്പോഴും അത് കഴിഞ്ഞ് അന്നത്തെ നിസ്കാരം നേരെ താഴോട്ട്.
ഇതുപോലെ നമ്മൾ ചെയ്തു പോയ അബദ്ധം കൊണ്ട് നമ്മൾ കരുതിയ നമ്മുടെ നന്മകൾ താഴോട്ട് പോകുന്നതാണ്. ഇത് പിടിച്ചു കെട്ടാൻ അതിനാണ് അല്ലാഹു ഈ രൂപത്തിൽ ഇബാദത്തുകൾ ആവർത്തിച്ചത്. ഇവിടെയാണ് ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷം അകലത്തിലേക്ക് നരകത്തിൽ നകറ്റുന്ന നോമ്പായി മാറണമെങ്കിൽ, പാപങ്ങൾ പൊറുക്കുന്ന നോമ്പായി മാറണമെങ്കിൽ നമ്മളിൽ അതിനുള്ള ആ രൂപത്തിലുള്ള ഒരുക്കം ഏത് നോമ്പാണെന്നുള്ള ബോധം കൂടി ഉണ്ടാകും. മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിക്ക് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അല്ലെ, വല്ലാതെ ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥ. തനിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന വിവരം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഗർഭം ചുമന്ന് പിന്നെ ആളുകളെ നോക്കുന്നുണ്ടാകും, നാളെ കുട്ടിയെടുത്ത ആളുകളുടെ ഇടയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഓർത്തിട്ട് മറിയം ബീവി പറഞ്ഞുപോയ വായു വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറയുന്നത്, ഇതിനു മുമ്പ് ഞാനൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ ഓർക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് ആയിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന എന്ന് പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. കാരണം ഈ കുട്ടിയെ എടുത്തിട്ട് ആളുകളിലേക്ക് ചെല്ലുമ്പോ പറയുമേ, എനിക്ക് വല്ലാത്തവരുണ്ടോ, നിന്റെ വാപ്പ, നിന്റെ അമ്മ, നിന്റെ കാക്കാര് എങ്ങനെ എന്ന് പറയുന്ന പരിഹാസം, മുത്തുവാക്കും, മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആ രംഗം കൊണ്ട് പറഞ്ഞു പോയതാ. ഇതിനു മുമ്പൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. അവിടെ മറിയം ബീവിക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത കാര്യമാണ് നോമ്പ്. അത് ആ നോമ്പ് നമ്മൾ എടുക്കുന്ന പോലെ മറിയം ബീവിയോട് പറയുന്ന കൂലി, നീ പറയുക, ഞാൻ എന്റെ റഹ്മാനായ റബ്ബിന് നോമ്പെടുത്തിരിക്കുന്നു എന്ന് നീ പറഞ്ഞാളാം. അവിടെ ആത്മധൈര്യത്തിന് പറഞ്ഞു കൊടുത്ത കാര്യം. ആ നോമ്പ് നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്ന നോമ്പല്ല കേട്ടോ. പിന്നെ തുടർന്ന് വിവരിക്കുകയും ചെയ്തിട്ട് ഏതായാലും അവിടെ പരിചയപ്പെടുത്തിയ സൗമ്, ഈ സൗമ് നമ്മുടെ പ്രയാസം, നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായി കിട്ടേണ്ട, ആത്മധൈര്യത്തിന് കിട്ടേണ്ട, റബ്ബിലേക്ക് അർപ്പിക്കാൻ നമുക്ക് കിട്ടേണ്ട ധൈര്യം കിട്ടണമെങ്കിൽ ആ നോമ്പാണ്. ആ നോമ്പ് കിട്ടണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ എന്ത് വേണം അറിയോ? നോമ്പ് നിർബന്ധമായ സാഹചര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഹിജ്റ 2-ലാണ് ഇസ്ലാം നോമ്പ് നിർബന്ധമാക്കിയത്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ മക്ക കാലഘട്ടത്തിൽ ഒരുപാട് 13 വർഷം മക്കയിൽ പീഡനം സഹിച്ചു. ഒന്ന് അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ. എപ്പോഴാ അള്ളാന്റെ റസൂലേ അള്ളാന്റെ സഹായം ഉണ്ടാകുക എന്ന് സഹാബത്ത് ചോദിച്ചിരുന്നേ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് രക്തമൊലിച്ച് ശരീരം പിച്ചു ചീന്തി അവർ കഴിഞ്ഞിരുന്ന 13 കൊല്ലം മക്കയിലുണ്ടായിരുന്നു. ത്യാഗത്തിന്റെ 13 കൊല്ലം. പട്ടിണി ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അന്നത്തെ ആ പട്ടിണിയേക്കാൾ വലിയൊരു പട്ടിണിയല്ല നമ്മൾ കിടക്കുന്ന നോമ്പിന്റെ പട്ടിണി. അന്ന് ഈ പട്ടിണിയും ത്യാഗം സഹിച്ച സമയത്ത് അള്ളാഹു അവരെ പരീക്ഷിക്കാൻ, പട്ടിണി പരീക്ഷിക്കാൻ അള്ളാഹ് നോമ്പ് നിർബന്ധാക്കില്ല. മക്ക വിട്ട് മദീനയിലേക്ക് പോരാൻ അള്ളാഹ് ചാൻസ് കൊടുത്തു. ഒരു നാട് വിട്ടു പോരുമ്പോൾ പ്രയാസം നമുക്കറിയാം. ആ പ്രയാസം അനുഭവിച്ചു സഹാബത്ത്. അങ്ങനെ 2 വർഷം പ്രയാസം സഹിച്ചു മദീനയിൽ കഴിഞ്ഞു. അങ്ങനെ 13-15 കൊല്ലം റബ്ബ് അവരുടെ മനസ്സിനങ്ങനെ പാകപ്പെടുത്തി. എങ്ങനെ? ഇതാ ഖല്ലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സ്വന്തമായ അഭിപ്രായമില്ല. എന്താ അതിന് പ്രശ്നം എന്ന് ചിന്തിക്കാത്ത, എന്നാലോചിക്കാൻ പറ്റാത്ത രൂപത്തിൽ മനസ്സങ്ങനെ പാകപ്പെടുത്തിയ ശേഷം ത്യാഗത്തിന്റെ 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അല്ലാഹ് നോമ്പ് നിർബന്ധാക്കി. ഈ നോമ്പിനാണ് ഒരു നോമ്പിന് 70 വർഷം അകലത്തിലേക്ക് നരകത്തിൽ. ഇനി നമ്മൾ
നമ്മളെ ഇബാദത്തേക്ക് ബന്ധപ്പെടുത്തി നോക്കി. എന്ത് ത്യാഗബഹുമാനെ നമ്മളെടുക്കുന്നത് നോക്കിയിട്ട് ബന്ധപ്പെട്ട അവിടെയാണ് നമ്മൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ആദ്യം അമുഖമായി പറഞ്ഞ ഒന്നാമത്തെ കാര്യം, റബ്ബിലേക്കുള്ള മടക്കം. എന്റെ റബ്ബുമായി ഞാനുള്ള ബന്ധം അത് പൂർണ്ണമാക്കി മാറ്റാൻ നമുക്ക് ആകണം. എന്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരുന്നവനാണ് എന്ന ഉറപ്പിലേക്ക് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. റബ്ബി എന്റെ റബ്ബ് അല്ലെ. ഞാനിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് നല്ല വിശക്കുണ്ട് തരിക്കൊളി, ഞാൻ ഹംസഭാഷ വീട്ടിലേക്ക് പോകാണ് തരിക്കൊളി. ഞാൻ ഹംസഭാഷ വീട്ടിലേക്ക് പോകാണെങ്കിലും ഞാൻ വീട്ടിന്റെ അകത്തേക്കൊന്നും കയറില്ല, ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കുന്നു. എന്റെ കാരണം അതെന്റെ വീടല്ല, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വേഗം കയറില്ല. എന്നാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിലോ ഞാൻ നേരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നേരെ അടുക്കളയ്ക്ക് പോകും. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നു. സംഭാഷണം വീട്ടിലുണ്ടാവും അതൊക്കെ. പക്ഷേ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറുന്ന ധൈര്യത്തിൽ കയറാത്തത് അത് എന്റെ വീടല്ല. എന്റെ വീട് എന്ന് പറയുമ്പോൾ എനിക്കൊരു അധികാരമാണ്. എന്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കും, എന്റെ മക്കള് ഞാൻ പറഞ്ഞനുസരിക്കും, അല്ലെ. എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്ന് പറയുമ്പോൾ എനിക്കൊരു അധികാരം ഉണ്ടല്ലോ. അത് തന്നെയാണ് എന്റെ റബ്ബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത്. എന്റെ ഉമ്മ ഞാൻ ചോദിച്ചാൽ തരും, എന്റെ ഉപ്പച്ച് ഞാൻ പറഞ്ഞാൽ കേൾക്കും, എന്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരും. എന്തേ കാരണം? റബ്ബി എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബ് എനിക്ക് തരുമെന്ന് ഉറപ്പ്, ആ റബ്ബിന്റെ കൈവിടില്ല എന്ന ഉറപ്പ്. ആ ഉറപ്പാണ്, ഉറച്ച വിശ്വാസമാണ് ബഹുമാന്യരെ പരിശുദ്ധ റമദാനിലേക്ക് എന്നല്ല എല്ലാ ഇബാദത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്റെ റബ്ബിന്റെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം. മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ത്യാഗം സഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വരുന്ന സമയം ചരിത്രത്തിൽ കാണുന്ന രംഗങ്ങൾ. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ശരീരം ഞാൻ തടവിയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പൊട്ടിയ മുറിവായ ശരീരത്തിന്റെ അഭാഗങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു മക്ക കാലഘട്ടവും പോകുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ച ഉപദ്രവം, താനടക്കമുള്ളവർ ഉപദ്രവിച്ച ഉപദ്രവം ഓർമ്മയിലൊന്ന് കണ്ടിങ്ങനെ നടന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെ ബിലാൽ അന്ന് ഇങ്ങനെ ത്യാഗം അന്ന് ഈ രൂപത്തിൽ ഉപദ്രവിച്ചപ്പോഴും അഹദ് അഹദ് എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എങ്ങനെ ബിലാലെ കഴിഞ്ഞത് എന്ന് ചോദിച്ചു മധ്യ പറഞ്ഞൊരു വാക്ക്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എന്റെ റബ്ബ് എന്റെ ഹൃദയം നിറച്ചും എന്റെ മനസ്സ് നിറച്ചും എന്റെ റബ്ബായി. അതുകൊണ്ട് മറ്റൊരു വേദനയും മറ്റൊരു പ്രയാസവും അതിലുപരി എനിക്ക് കേറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് അഹദെന്ന് പറയാൻ, അല്ലാഹു അക്ബർ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞത്. ഈ ഒരു ഉറച്ച വിശ്വാസം, ഇതാണ് പവിത്രമായ റമദാനിന് മുമ്പ് ഇബാദത്തുകളിലേക്ക് ഒരുങ്ങുമ്പോൾ ബഹുമാന്യരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉറപ്പ്, എന്റെ റബ്ബിന്റെ കൈവിടൂല എന്ന് ഉറച്ചു. എന്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരുമെന്ന് ഉറക്കും. അതോടൊപ്പം ആ റബ്ബ് ചോദിച്ചാൽ തരുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ മാറി നിൽക്കാൻ എനിക്ക് കഴിയണം. എന്തുകൊണ്ട് എന്റെ റബ്ബ് എനിക്ക് തരും? എല്ലാ പ്രതിസന്ധിയിലും ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കാറുള്ളൂ. എങ്ങനെ എന്റെ റബ്ബ് എന്നെ പരീക്ഷിച്ചാലും ആ റബ്ബിനെ കുറ്റപ്പെടുത്താതെ ആ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് ഞാൻ എന്ന് ഉറപ്പെനിക്കുണ്ട്. അതുകൊണ്ട് എന്റെ റബ്ബ് എനിക്ക് തരും. ഇതാണ് ഒന്നാമതായി ഉണ്ടാകുന്നത്. അതോടൊപ്പം നമ്മൾ ഈ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത പ്രതീക്ഷ ഉണ്ടാകുന്നതിന് കൂടെ പരസ്പരമുള്ള ശുദ്ധീകരണം. നമ്മൾ റമദാനൊക്കെ ഒരുങ്ങുമ്പോ നമ്മുടെ വീടും പള്ളിയും ഒക്കെ പെയിന്റ് അടിച്ച് അല്ലേ, ചെറിയ പാത്രങ്ങൾ വരെ കഴുകി വൃത്തിയാക്കി റമദാനിന് ഒരുക്കുക. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ നമുക്ക് കഴിയണം.
മനസ്സ് ശുദ്ധമാക്കാൻ കഴിയണം. ആദ്യമായി ശുദ്ധമാകേണ്ടതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ച ശിർക്കിൽ നിന്ന് മുക്തമാകുന്ന. രണ്ടാമതായി എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതിനപ്പുറത്തേക്ക് ഒരു സുന്നത്തിൽ നിന്ന് മാറി ബിദ്അത്തുകളിൽ നിന്ന് മാറി മനസ്സ് ശുദ്ധമാക്കുക. അതോടൊപ്പം വ്യക്തിപരമായ പോരായ്മകൾ തിരുത്താനും പൊരുത്തപ്പെടിക്കാനുള്ള കഴിവ്. ഒരു ഉദാഹരണം പറയാണ്. ഞാനും എന്റെ ജ്യേഷ്ഠ സഹോദരനും ഞങ്ങൾ തമ്മിൽ തെറ്റി. സാധുവാണ് എന്റെ കാക്ക. ഓന്റെ കാരണം കൊണ്ടതല്ല, ഞാൻ കുറച്ചൊക്കെ ഒരു പൊസിഷനിലുള്ള ആള്. അതുകൊണ്ട് തന്നെ എന്റെ അത്ര പോരെ എന്റെ കാക്ക എന്ന തോന്നലിൽ അകൽച്ച ഉണ്ടായി. ഈ അകൽച്ചകനകന്ന് 10-20 വർഷത്തോളം മിണ്ടാതെ നിന്നു. തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങി. എന്റെ കാക്ക പള്ളിയിലേക്ക് പോകുമ്പോ അതേ എതിർദിശയിൽ കടന്നു വരുന്ന ഞാൻ പരസ്പരം കാണേണ്ടി വരുന്നത് റോഡ് ക്രോസ് ചെയ്ത് പുറത്തു കൂടെ പോകുന്നു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഞാൻ ഹജ്ജിന് അപേക്ഷ കൊടുത്തു. എനിക്ക് ഹജ്ജിന് പെർമിഷൻ കിട്ടിയ അറിയിപ്പ് കിട്ടി. ഇത് കയ്യിൽ കിട്ടിയപ്പോ ഞാനിതിനെ നോക്കി. ഞാൻ ഒരുക്കേണ്ട 4-5 ലക്ഷം രൂപയെ പറ്റി എന്റെ മനസ്സിലേക്ക് വന്നു. അതിന്റെ കൂടെ ഒരു ബേജാറ്. പൈസ കൊടുക്കുന്നതല്ല, മറിച്ച് ഞാൻ ഈ ചെലവഴിക്കുന്ന 5 ലക്ഷം 6 ലക്ഷം അത് നഷ്ടത്തിലായി പോകുമല്ലോ എന്ന് പേടി. ഞാൻ ആ കത്ത് പോക്കറ്റിട്ട് നേരെ 10-20 വർഷമായി മിണ്ടാത്ത എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. സാധു എന്റെ കാക്ക എന്തോ ചെയ്യാൻ പോവുകയാണ് ബേജാറായി നിൽക്കുക. അടുത്തേക്ക് എത്തി ഉടനെ ഞാൻ എന്റെ കാക്കനെ കെട്ടിങ്ങനെ പിടിച്ചു പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു, ഒന്നും ചോദിക്കരുത്, ഒന്നും പറയുന്നത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. കാക്കനോട് കുറെ കാലമായി ഞാൻ മിണ്ടിയിട്ട് എല്ലാം എന്റെ കുറവാണ്, എന്റെ കുഴപ്പമാണ്, എന്റെ പ്രശ്നമാണ്, എനിക്ക് പുറത്തു തരണം, പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയുമ്പോൾ പൊട്ടിക്കറിയാം. ചിവറില്ലാത്ത എന്റെ കാക്ക എന്നെ ആശ്വസിപ്പിച്ച് തിരിച്ചു പൊട്ടിക്കറിഞ്ഞോട് പറഞ്ഞാടാ, എനിക്കൊന്നും ഒരു പ്രശ്നമില്ലടാ, നീ മിണ്ടാത്തതുകൊണ്ടായിരുന്നു ഞാൻ നിന്നോട് ഞാൻ അരികിലേക്ക് വരുമ്പോഴും നീ അകന്നു പോയത് കൊണ്ടാണ്, എനിക്കൊരു പ്രശ്നമില്ല. എന്റെ വീട്ടുകാരും കാക്കന്റെ വീട്ടുകാരും എന്താക്കി സമാധാനായി, എല്ലാവർക്കും സമാധാനായി. ഞാൻ വീട്ടിലേക്ക് പോയി. എന്തേ കാരണം? എനിക്ക് ഉറപ്പാണ് ഞാൻ 5 ലക്ഷം രൂപ ചെലവഴിച്ചത് അത് നഷ്ടത്തിലായി പോകരുത് എന്ന ഉറപ്പ്. എന്റെ ജ്യേഷ്ഠനോട് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ എന്റെ എന്റെ പൈസ വെറുതെ ആവുകയാണ്. അതുകൊണ്ട് എന്റെ പൈസ കല്ലത്താകരുത് എന്ന ബേജാറ് കൊണ്ടാണ് ഞാൻ എന്റെ കാക്കയോട് ശരിയാണ്, ഞാനത് ചെയ്യണം. എന്നാലേ എന്റെ ഹജ്ജും എന്റെ ഉംറയും എന്റെ അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുള്ളൂ. എന്നാൽ അവിടെ തന്നെ എനിക്ക് ഓർമ്മ വരേണ്ടതുണ്ട്, പണം ചെലവുള്ളതിന് മാത്രമാണോ അള്ള കൂലിയുണ്ട്? അല്ല. എന്റെ നിസ്കാരത്തിന് കൂലിയുണ്ട് എന്റെ അമ്മയാണ്, എന്റെ നോമ്പിന് കൂലിയുണ്ട് എന്റെ അമ്മയാണ്, എന്റെ ദിക്റുകൾക്ക്, എന്റെ സ്വതക്കൾക്ക്, എന്റെ സക്കാത്തിന് കൂലി തരേണ്ട എന്റെ അമ്മ. ഹജ്ജിന് കൂലിയുണ്ട് അതേ അമ്മയാണ്. മറ്റെന്റെ എല്ലാ ഇബാദത്തുകൾക്കും കൂലി തരുന്നതെങ്കിൽ, കൂലി തരേണ്ടതെങ്കിൽ എന്തേ ഹജ്ജിന്റെ കൂലി പൈസ ചെലവാകുന്ന ലക്ഷങ്ങൾ ചെലവാകുന്നതിന് മാത്രം മതിയോ? എന്റെ കാക്കിയോട് നിസ്കരിക്കാൻ പോകുമ്പോ പൊരുത്തപ്പെടിക്കാൻ തോന്നാഞ്ഞ്, എന്റെ ജ്യേഷ്ഠനോട് റമദാൻ വന്നപ്പോ വീടൊക്കെ വൃത്തിയാക്കി പെയിന്റ് അടിച്ചെനിക്ക് എന്റെ ജ്യേഷ്ഠനുമായുള്ള ബന്ധം ഒന്ന് നന്നാക്കണമെന്ന്, അവിടെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് എന്തേ തോന്നാഞ്ഞ്? പിന്നെ തോന്നാഞ്ഞാൽ എന്റെ അമ്മക്ക് എന്റെ നോമ്പ് ആവശ്യമുണ്ടാകുമോ? ഇവിടെയാണ് ഒരു നോമ്പിന് 70 വർഷം അകലത്തിലേക്ക് നരകത്തിലേക്ക് അകറ്റുന്ന, ആകാശഭൂമിയോളം അകലത്തിൽ നരകത്തിലേക്ക് അകറ്റുന്ന നോമ്പായി മാറണമെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ ശുദ്ധീകരിക്കാൻ, മനസ്സ് ശുദ്ധീകരിക്കാൻ, വ്യക്തിബന്ധങ്ങൾ ശുദ്ധീകരിക്കാൻ, മാതാപിതാക്കളുമായുള്ള കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ അത് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പട്ടിണി അന്നത്തെ വേണ്ടിയില്ല. അതുകൊണ്ട് പുറപ്പെടാൻ കഴിയാം.
ഞാൻ ആദ്യം പറഞ്ഞ അള്ളാഹുമായുള്ള ബന്ധം അത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ വേറെ ഒരു കാര്യമില്ല കേട്ടോ. എല്ലാം ചെയ്ത് അല്ലാത്തവരിലേക്ക് വിളിയാളം പോയാൽ വിവാദത്തൊക്കെ നഷ്ടമായി. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അള്ളാഹു റസൂൽ പറഞ്ഞത്, പ്രവാചകരെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, റബ്ബിൽ പങ്കു ചേർത്താൽ എല്ലാം നഷ്ടത്തിലായി, ഒക്കെ പൊട്ടിപ്പാളിസായി. അതാദ്യം ശുദ്ധീകരിക്കുക. അതോടൊപ്പം അതൊക്കെ ഉള്ളവരാണെങ്കിലും വ്യക്തിപരമായി നമ്മുടെ ബന്ധങ്ങളിലുള്ള ശുദ്ധീകരണം വരുത്താൻ നമുക്കാകണം. ഇങ്ങനൊരു ശുചിയാക്കൽ നമ്മൾ നടത്താം. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണത്? നമ്മൾ പരലോകമുണ്ട് എന്ന ബോധം നമുക്ക് ഉറപ്പുണ്ട്. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളിൽ ഈ പരലോകത്ത് നമ്മൾ എത്തുമെന്ന ഉറപ്പ്. മരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ്. മറ്റു എന്തും എന്റെ മക്കൾ അവരെ വളർത്തി വലുതാക്കി ഇന്ന രൂപത്തിലാക്കണം, അവരെ ജോലിയിലാക്കണം, അവരെ ഉദ്യോഗസ്ഥരാക്കണം എന്നൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവും. അള്ളാഹു നമ്മുടെ നല്ല ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു വരുന്നതാണ്. പക്ഷെ അതെനിക്ക് ഉറപ്പില്ല. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ ഏറ്റവും ഉറപ്പുള്ളത് ഞാൻ മരണപ്പെടുമെന്നതാണ്. ആ മരണശേഷം എന്നിലേക്ക് എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് ഉറപ്പില്ല. അവിടെ സ്വർഗമുണ്ട് എന്നത്, നരകമുണ്ട് എന്നത് ഉറപ്പാണ് എങ്കിൽ ആ പരലോകത്തിന് വേണ്ടി ഒരു ഒരുക്കം, അതിനു വേണ്ടിയാണ് എന്റെ കർമ്മങ്ങൾ എന്ന ബോധവും നമ്മളുണ്ടാകും. അതിനു വേണ്ടി ബാധ്യത ചെയ്യാൻ കഴിയും. നേരത്തെ ആമുഖമായി പറഞ്ഞ പോലെ തൗഹീദും റിസാലത്തും ആഖിറത്തും ഇതിങ്ങനെ ശ്രദ്ധയാലേ, ഇത് ശുദ്ധമായാലേ അവിടെ കഴിയും. അവിടെ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരിക്കലിരിക്കുന്ന വേള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇങ്ങനെ ചെറിയ ക്ഷീണം കിടക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അകത്തേക്ക് പോയിട്ടൊന്നുമില്ല. ഒരു ഇണതുട ബന്ധത്തിന്റെ പ്രാധാന്യം കൂടിയാണ്. നമ്മളൊരു കുടുംബമാണ്. അതുകൊണ്ടാണ് ഒരു ഇണതുട ബന്ധത്തിന്റെ പ്രാധാന്യം കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് ആ സംഭവത്തിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു റസൂലേ ദാ ഇവിടെ കിടന്നോളി എന്ന് പറഞ്ഞ് തന്റെ മടിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടത്തി. പ്രവാചകന്റെ തലമുടിയിൽ തന്റെ കൈകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടിയിലൂടെ കൈകൾ ഇങ്ങനെ തലോടിച്ചുകൊണ്ടിരിക്കുമ്പോ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ കണ്ണുകളടച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്കായി. നമ്മൾ ഒറ്റക്കാകാണെങ്കിൽ ഉടനെ, നമ്മൾ ഒറ്റക്കാകാറില്ല, ഉടനെ ഫോൺ എടുക്കും, വാട്സപ്പ് എടുക്കും, ഇൻസ്റ്റഗ്രാം എടുക്കും. നമ്മൾ ഒരിക്കലും ഒറ്റക്കാകില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി. കുറെ കഴിഞ്ഞപ്പോ ആയിഷ ബീവിയുടെ കണ്ണിൽ ഇങ്ങനെ നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് കണ്ണുനീരുറ്റി വീണാൽ തിരുദൂതർ ഉണരുമെന്ന് കരുതി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ണുനീര് തുടച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നിയന്ത്രിക്കാനാകാതെ ആ കണ്ണുനീര് റസൂലിന്റെ മുഖത്തേക്ക് കുറ്റി വീണു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറക്കുന്നത് നോക്കുമ്പോൾ ആയിഷ ബീവി കരയുന്നത്. ആയിഷ എന്തിനാ ആയിഷ കരയുന്നത്? എന്റെ തലയുടെ ഭാരം ശരീരഭാഗം താങ്ങാവുന്നതിൽ അപ്പുറമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പോഴേ ആയിഷ സ്നേഹത്തോടെ റസൂൽ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹി അതല്ല നബിയെ, അതിനല്ല നബിയെ ഞാൻ കരഞ്ഞത്. പ്രവാചകനെ, ഞാൻ നിങ്ങളിവിടെ ഉറങ്ങിപ്പോയപ്പോ ഞാൻ ഒറ്റക്കായപ്പോ സക്കറത്തുൽ ആഖിറ, ഞാൻ പരലോകം ഓർത്തുപോയി നബിയെ. നിങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എന്നെ നിങ്ങൾക്കും ഇഷ്ടമാണ് നബിയെ. പ്രവാചകരെ, ഞാനും നിങ്ങളും പരലോകത്തെത്തുമ്പോ ഖിയാമത്ത് നാളിൽ ഈ ആയിഷ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നബിയെ? നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നബിയെ? അതിങ്ങനെ ഓർത്ത് കണ്ണു നിറഞ്ഞത് നബിയെ. പ്രവാചകൻ ആയിഷ ബീവിയുടെ വെടിത്തട്ടിൽ കൊണ്ടുവന്നു ലോകത്തോടായി പറയാൻ വേണ്ടി പഠിപ്പിച്ചു. എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. മൂന്ന് സന്ദർഭത്തിൽ ആയിഷ
3 സന്ദർഭത്തിൽ ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. നിന്നെ എന്നല്ല, ലോകത്ത് ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. ഏതൊക്കെയാ 3 സന്ദർഭം? പരലോകത്ത് നമ്മൾ എത്തുന്ന സമയത്ത്, നമ്മുടെ നന്മകളും തിന്മകളും മീസാനിലെത്തുന്ന സമയത്ത്, ആ മീസാനിൽ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് ആയിഷ ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. അതെ, അന്ന് ഞാൻ അത് ഇത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു സുബഹാനല്ലാഹ് കൂടി പറഞ്ഞില്ലെങ്കിൽ, എന്റെ ഉമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ പ്രാർത്ഥനകൾ അതല്ലാത്തവരിലേക്ക് പോകാതിരുന്നെങ്കിൽ, ആ വിധത്തിൽ ഞാൻ മാറിയിരുന്നെങ്കിൽ, ആൾക്കാരെ പേടിച്ച് സത്യാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ഞാൻ ആ അസത്യത്തിൽ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അതെ എന്റെ മീസാനിൽ കനം തൂകുമായിരുന്നല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ആയിഷ അവിടെ ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാകും ആയിഷ. വലുതേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുള്ള. രണ്ടാമതായി, നമ്മുടെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ വീടുകൾ നമ്മുടെ കരങ്ങളിൽ തരുമ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം ലഭ്യമാകുന്നവർ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉൾപ്പെടുത്തണം. എന്നാലേ നമ്മുടെ ഇരുത്തം നമുക്ക് മുതലമാകണം. നമ്മുടെ ഈ പ്രാർത്ഥനക്ക്, നമ്മുടെ ഈ സദസ്സിന്റെ ഒരു പ്രാധാന്യത, അതാണ്ട് അനുഗ്രഹീതരായ മലക്കൾ നമ്മുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയും. നമ്മൾ ആമീൻ കേട്ടില്ലെങ്കിലും അള്ള പറയുന്ന അതുപോലെ അനുസരിക്കുന്ന അള്ളാന്റെ മലക്കളുടെ ആമീൻ കേൾക്കും. അള്ളാഹു നമ്മളെ റബ്ബ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന കിട്ടുന്ന സമയത്ത് ഇതെന്തൊരു ഗ്രന്ഥാണ്, ചെറുതും വലുതൊന്നും നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ. അന്ന് ആരും കാണാതെ രാത്രിയുടെ പാതിരാവിൽ ഞാൻ നടത്തിയ ചാറ്റിങ്ങില് റബ്ബേ കടന്നു വരണത്. എന്റെ ഉപ്പ അറിയാതെ ഉമ്മ അറിയാതെ ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങളല്ലേ റബ്ബേ കടന്നു വരുന്നത്. എന്റെ ഇണയെ ഞാൻ പറ്റിച്ചത്, എന്റെ തുണയിൽ നിന്ന് ഞാൻ മാറി നിന്നത്, ഞാൻ ചെയ്തു പോയ പോരായ്മകളല്ലേ റബ്ബേ കടന്നു വരുന്നത്. ഇതെന്തൊരു ഗ്രന്ഥ റബ്ബേ, ഇതെന്തൊരു ഗ്രന്ഥ റബ്ബേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. മൂന്നാമതായി നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്, നമ്മുടെ ബന്ധങ്ങളുടെ പവിത്രതക്കനുസരിച്ച്, സ്വഭാവ ശുദ്ധിക്കനുസരിച്ച് അസുറാത്തിനരികിൽ സുറാത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെയുടെ ആയിഷ ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. മുമ്പതിരെ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്ന മീസാനിൽ അവിടെ കനം തൂങ്ങാൻ എന്റെ വിശ്വാസം ഉറപ്പാകണം. എന്റെ കർമ്മങ്ങൾ ശുദ്ധമാകണം. നമ്മുടെ കർമ്മങ്ങൾ ഏടുകളിൽ തിന്മകൾ മായ്ക്കപ്പെട്ടു നന്മകൾ കൂടുതലായി രേഖപ്പെടുത്തുന്ന ഏടുകളാകാൻ എന്റെ വിശ്വാസം ഉറപ്പാകണം. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതിന് അപ്പുറത്തേക്ക് ദീനിനെ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഉണ്ടാകരുത്. വിദഗ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കാകണം. എന്റെ കർമ്മങ്ങൾ ശുദ്ധമാകണം. മൂന്നാമതായി സ്വറാത്തിനരികിലെത്തുമ്പോ അവിടെ രക്ഷപ്പെടാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഈ കാര്യമാണ്. ഈ ഉറപ്പ്, ഈ കാര്യം, ഇത് ഉണ്ട് എന്ന് ഉറപ്പ്, ഇതിനു വേണ്ടിയാണ് നമ്മുടെ ഇബാദത്ത്. ഇതുണ്ട് എന്ന് ഉറപ്പ്. അതുകൊണ്ടാണ് നോമ്പിനെ പറ്റി പറഞ്ഞപ്പോഴും നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞത് ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ച് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകളാകാൻ, അങ്ങനെ മനസ്സ് ശുദ്ധീകരിച്ച് റബ്ബിലേക്കുള്ള ബന്ധമുറപ്പിച്ച് മനസ്സ് ശുദ്ധീകരിച്ച് പ്രതീക്ഷയോടെ റബ്ബിനെ സമീപിക്കാൻ കഴിയുമ്പോൾ, പരലോകത്തിന് വേണ്ടി സമീപിക്കാൻ കഴിയുമ്പോൾ അവിടെയാണ് നമ്മുടെ രക്ഷപ്പെട്ടവരായി മാറുന്നത്. അപ്പോഴാണ് നിങ്ങൾ ധൃതിപ്പെടുക, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും ധൃതിപ്പെടുക എന്ന് പറയുക. വേഗത്തിൽ പോകാൻ കഴിവുപ്പെടാനുള്ള കാരണത്താണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ അവസാനിപ്പിക്കാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതോടൊപ്പം റബ്ബുമായുള്ള ബന്ധം നിലനിർത്തുന്നതോടൊപ്പം എന്റെ റബ്ബ് എന്നെ കൈവിടൂല എന്ന് ഉറപ്പുള്ളതോടൊപ്പം നമ്മുടെ കർമ്മങ്ങളൊക്കെ അവലോകനം ചെയ്യാനും നമുക്ക് കഴിയണം. പോരായ്മകൾ തിരുത്താൻ കഴിയണം. വേറെ ആരോ പറ്റി എന്നല്ല, നമ്മളെ പറ്റി.
നമ്മൾ കാര്യങ്ങൾ ഇപ്പോ ഇവിടൊക്കെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ പരീക്ഷയിൽ തോറ്റാൽ സപ്ലി എഴുതിയിട്ട് ജയിക്കാൻ നോക്കുന്നത് പരലോകത്തേക്ക് എത്തിയിട്ട് തിരിച്ചു കിട്ടെത്തിക്കാൻ നമുക്കാകും. തിരിച്ചു പോരായ്മകൾ തിരുത്തി വരാൻ നമുക്ക് കഴിയില്ല. മഹാനായ അത്താബ് സലമി റഹിമഹുല്ലാ, അത്താബ് സലമി നല്ല വസ്ത്രവ്യാപാരിയായിരുന്ന താബിഈ പണ്ഡിതൻ അത്താബ് സലമി. അദ്ദേഹം വസ്ത്രങ്ങളുമായി അങ്ങാടിയിലേക്ക് എത്തിയാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രം വിറ്റ് തീരും. ഒരിക്കൽ അദ്ദേഹം അങ്ങാടിയിൽ വസ്ത്രം വിറ്റ് തീർന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വസ്ത്രം വാങ്ങിയ ഒരു മനുഷ്യൻ തിരിച്ചു വരുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ. അദ്ദേഹത്തോട് വന്നിട്ട് പറയുന്നു, ഇത് ഞങ്ങൾ അടുത്തുനിന്ന് വാങ്ങിയ വസ്ത്രമാണ്, ഇതിന് കണ്ടോ ഇവിടെ ഒരു ദ്വാരമുണ്ട്, ഒരു ഓട്ട ഡോൾസ് ഉണ്ട്, അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ട. സ്വാത്വികനായ അത്താബ് സലമി ആ വസ്ത്രം ഇങ്ങനെ വാങ്ങി ആ ദ്വാരമുള്ള ഭാഗങ്ങൾ നോക്കി അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഈ വസ്ത്രം തിരിച്ചു കൊണ്ടുവന്ന ആളോട് ദേഷ്യപ്പെട്ടു, നീ എന്തിനാ പോരായ്മ ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പറഞ്ഞാൽ പോരേനു, അതിനെന്തിനാ അദ്ദേഹത്തെ വിഷമിപ്പിച്ച്? അത്താബ് സലമി പറയുന്നത്, ഞാൻ അതിലല്ല കണ്ടു, മറിച്ച് ഇത് ഞാൻ ഉണ്ടാക്കിയ വസ്ത്രമാണ്, ഇതിന്റെ ദ്വാരം ചില നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായിപ്പിച്ചാൽ അതിന്റെ ദ്വാരം അടയ്ക്കാൻ എനിക്ക് കഴിയും, ഓൾസില്ലതാക്കാൻ കഴിയും. പക്ഷേ ഈ അത്താഴ് നാളെ പരലോകത്തേക്ക് നമസ്കാരമാകുന്ന വസ്ത്രവുമായി, നോമ്പാകുന്ന വസ്ത്രവുമായി, ഹജ്ജാകുന്ന വസ്ത്രവുമായി, ദിക്റുകളും ദുആകളുമാകുന്ന വസ്ത്രങ്ങളുമായി അള്ളാന്റെ കോടതിക്ക് ചെല്ലുന്ന സമയത്ത് റബ്ബ് പറയാണ്, അത്താഴെ നിന്റെ നിസ്കാരം നല്ലതായിരുന്നു, പക്ഷേ നീ ഇന്നാളെ പറ്റി ഗീബത്ത് പറഞ്ഞതുകൊണ്ട്, ഇന്നാളെ പറ്റി നമീമത്ത് പറഞ്ഞുകൊണ്ട് നിന്റെ വസ്ത്രത്തിന് ദ്വാരമുണ്ട്. അത്താഴെ നിന്റെ ഹജ്ജ് നല്ലതായിരുന്നു, പക്ഷേ നിന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നുകൊണ്ട് അതില്ല. നിന്റെ വിവാദത്തുകൾ, നിന്റെ ദാനധർമ്മങ്ങൾ, നിന്റെ സ്വതക്കകൾ, നിന്റെ ദിക്റുകൾ ഇതൊക്കെ നല്ലതായിരുന്നു, പക്ഷേ മറ്റു പല കർമ്മങ്ങൾ കൊണ്ട് അതിന് ദ്വാരമുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോ ഈ വസ്ത്രത്തിന് നൂല് വീണ്ടും അതടച്ചതുപോലെ വീണ്ടും ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് എന്റെ പോരായ്മകൾ തിരുത്താൻ എനിക്കാവൂലല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. ഈ ബോധമാണ് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്ത, സപ്ലിമെന്ററി എഴുതിയിട്ട് പോയ പേപ്പർ, ബാക്ക് പേപ്പർ തിരിച്ചെടുക്കാൻ കഴിയും, അതിന്റെ അവസരത്തിൽ അത് തിരുത്താൻ കഴിയും. പക്ഷേ പരലോകത്തേക്ക് എത്തിയത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ബോധം, ആ ബോധമാണ് ബഹുമാന്യരെ നമ്മളാക്കണം. അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങാൻ, റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ കൂടി ചെയ്യാൻ കൂടാതെ, റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി അള്ളാന്റെ കോടതിയിൽ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം, ആ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ അതിനുള്ള നന്ദിയായിട്ടാണ് റബ്ബിലേക്ക് നമ്മൾ മടങ്ങുന്നത്. ഇതൊക്കെ നമ്മളൊക്കെ എത്ര സുഖമായിട്ട് അവിടെ ഇരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്. അവർക്കിടയിൽ തന്നെ അള്ളാഹു ഇത്ര സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് തന്നത്. അവിടെ ആ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയാൻ, ഉറപ്പാക്കാൻ കഴിയുന്ന അവസ്ഥ അവിടെ ഉണ്ടാകണം. അതോടൊപ്പം ഇങ്ങനെ പ്രയാസം ദുരിതമൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ ഉണ്ടാകണം. രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ഇഷ്ടപ്പെടുന്ന സ്വർഗുറപ്പാകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കാണുന്നതൊക്കെ പറയുമ്പോഴും റബ്ബിനെ പറ്റി ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അത് റബ്ബ് ഒക്കെ ഞാൻ ആദ്യം ചെറുതുമായി ബന്ധപ്പെട്ട് നമുക്ക് അള്ളാഹുവോട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, റബ്ബ് എന്ത് അബദ്ധങ്ങളും പോരായ്മകൾ ഉണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ നീ അല്ലാത്തവരോട് എന്റെ പ്രാർത്ഥന പോയിട്ടില്ല, നിന്റെ റസൂല് പഠിപ്പിക്കേണ്ട അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് മറ്റു തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ കൊണ്ട റബ്ബേ എന്ന് പറയുമ്പോ അന്ന് പൊറുത്തു, മറ്റതുണ്ടെങ്കിലോ അതൊക്കെ പൊറുത്തയാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊക്കെ തന്ന അനുഗ്രഹങ്ങൾക്ക് യഥാർത്ഥ രൂപത്തിൽ നന്ദി കാണിക്കുന്ന വിശ്വാസികളായി
മാറുക. അള്ളാഹു നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് കൊണ്ടുപോയ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവർക്കൊക്കെ മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് അതിന് അതുമാത്രമുള്ള നന്ദി പൂർണ്ണമായി വായിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഏത് പ്രതിസന്ധിയിലും നിന്നോട് മാത്രം ചോദിക്കുന്നതാണ്. ആ വിശ്വാസം കൊണ്ടെത്തി ചോദിക്കാം. എന്റെ സ്വർഗത്തിൽ വിചാരണ കൂടാതെ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഇടകൾ പരലോകത്തേക്കുള്ള വിഭവമാക്കി അവരെ നീ മാറ്റണം റഹ്മാനെ. എന്ത് പോരായ്മകൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു തന്നു എന്റെ സ്വർഗം ഉറപ്പായ യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളൊക്കെ നീ മാറ്റണം റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി മുന്നിൽ ത്യാഗം ചെയ്യുന്ന ഒരുപാട് ആളുകളാണ്. അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആരോഗ്യവും റഹ്മാനെ. അതുപോലെ ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളാണ്. അവർക്കൊക്കെ നീ മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും പുത്രസൂലിന്റെ കൂടെ ഉദയാക്കളുടെ കൂടെ ഔലിയാക്കളുടെ കൂടെ ശ്രോതാക്കളുടെ കൂടെ സ്വാലികളുടെ കൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീനടങ്കമുള്ള പ്രദേശങ്ങൾ പ്രയാസമനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അവർക്കൊക്കെ നീ രക്ഷയും സമാധാനവും ആശ്വാസവും റഹ്മാനെ. അവർക്ക് അവരുടെ നാടുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടുകളിൽ ന്യായങ്ങളനുസരിച്ച് ജീവിച്ച് മരിക്കണം പ്രധാനം ചെയ്യണം റഹ്മാനെ. وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته. السلام عليكم. الحمد لله الذي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും നമ്മുടെ ഭാഷയാണ് പിന്നെ അൽഹംദുലില്ലാഹ് ISMന്റെ ഒരു നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റിംഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടി കോഴിക്കോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തിരുവങ്ങാടി യൂണിറ്റിൽ ഞാനും പിന്നെ കുറച്ച് പ്രവർത്തകരെല്ലാവരും കൂടി ആ പരിപാടിയിലായിരുന്നു. ഈ ഒരു പരിപാടി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ISMന്റെ നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റിൽ പോയ സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഉന്നതരായിട്ടുള്ള നേതാക്കളെയും ഒരുപാട് മുഖ്യ പ്രഭാഷകരെയൊക്കെ കാണാൻ പറ്റി, പരിചയപ്പെട്ടു. അവരൊക്കെ നമ്മുടെ തിരങ്ങാടിയുള്ള എല്ലാ യൂണിറ്റുകൾക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ മുമ്പിൽ നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇതിപ്പോ നിങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്നു. ഈ ഒരു സമയത്ത് നമ്മൾ 4 പരിപാടി വെച്ചപ്പോൾ 6 മണി ആവാനായി. ഈ ഒരു സമയം വരെ നിങ്ങൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചു. അതുപോലെ തന്നെ മറ്റെല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നു ഈ പരിപാടിയിലേക്ക്. ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളെ നിങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ISMന്റെ MSMന്റെ MGMന്റെ ഒക്കെ പരിപാടികളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനാണ് വേണ്ടത്. റമദാനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് നമ്മൾ റമദാനിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ട് റമദാനിലെ പ്രവൃത്തി കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഇഫ്താർ കിറ്റുകളൊക്കെ നമുക്ക് വിതരണം ചെയ്യാം. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കാം. ISMലേക്കും MSMലേക്കും MGMലേക്കും ഒക്കെ മക്കളെ പറഞ്ഞേക്കാം. എങ്ങനെയാണ് നിങ്ങളെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മക്കളെയും ഇതിലേക്ക് ഇറക്കാം. കുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇതിലേക്ക് ഇറക്കാം. നമുക്കറിയാം ഒരു ക്യാമ്പസ് കാലഘട്ടത്തിലാണ് കൂടി എന്റെ മാതാപിതാക്കളുടെ ഒക്കെ മക്കളെ ക്യാമ്പസുകളിലും കോളേജ് ലൈഫിലൊക്കെയാണ് ഉണ്ടാവുക. ഒരുപാട് കുടുംബങ്ങളിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ഇപ്പൊ ഇക്കാലത്തുള്ള ക്യാമ്പസ്. എല്ലാ ക്യാമ്പസും അല്ല, ഒട്ടുമിക്ക ക്യാമ്പസുകളും. അപ്പൊ അതിനൊക്കെ ലഹരി മാത്രമല്ല ഇക്കാലത്ത് മോശങ്ങളുണ്ട്, അതിനേക്കാളൊക്കെ ഉപരി മറ്റു പല സാധ്യതകളും മോശങ്ങളും പല കാര്യങ്ങളും. അപ്പൊ അതിലേക്കൊന്നും പോവാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ തൗഹീദ് വെച്ച് നമ്മളെ മനസ്സിലേക്ക് നമ്മളെ ഉണ്ടായിരുന്നു. നാവിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഷോ ഇടാനോ കാണിക്കാൻ നമ്മൾ അയക്കരുത്. അത് നമ്മുടെ മനസ്സിലായിരിക്കണം, നമ്മുടെ കുട്ടികളുടെ മനസ്സിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക്, ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളിലേക്ക് നമ്മുടെ മക്കളയക്കുക.
അതുപോലെ തന്നെ നിങ്ങളും വരിക. പരിപാടികൾ വിജയിപ്പിക്കുന്നത് മാത്രമല്ല, ഈ പരിപാടികൾ പോകുമ്പോൾ നല്ല മനസ്സോട് കൂടി എന്താണോ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്, എന്താണ് ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായത്, അത് ജീവിതത്തിലൂടെ നിങ്ങളെ ഉറപ്പുവരുത്താൻ, ജീവിതത്തിൽ നിങ്ങൾ പ്രാബല്യത്തിലാക്കുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംഗതി പറയാനുണ്ട്. ഫെബ്രുവരി 9 തിങ്കളാഴ്ച ടൗൺ പള്ളിയുടെ അടുത്തുള്ള സ്ഥലത്ത് പൊതു പ്രഭാഷണത്തിൽ ഡോക്ടർ മുനീർ മദനി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നമ്മുടെ ശാഖാതല ഉദ്ഘാടനം. അപ്പൊ ആ പരിപാടിക്ക് ഈ കൂടിയ മുഴുവൻ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ആ പള്ളിയുടെ പരിസരത്തുള്ള പുതിയ ഭാഗ്യ സ്ഥലത്തുള്ള ആ പന്തല് എല്ലാവരും അവിടെ ചേരണം. ഫെബ്രുവരി 9 തിങ്കൾ. ആരും മറക്കരുത്. മാറി നമസ്കാര ശേഷം ആരംഭിക്കുന്ന പൊതുപരിപാടിയിലേക്ക് എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു.